കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി ഭയങ്കര സങ്കടത്തിലായിരിക്കും. നിധിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. കാരണം അത്രയും അധികം വലിയ പ്രതീക്ഷയോടാണ് ആധാർ കാർഡ് ഒന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നിധി പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ തൻ്റെ ആധാർ കാർഡൊന്നും കിട്ടിയില്ല. എങ്ങനെ ഒടുവിൽ പഴയ സിമ്മ് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടുമെന്ന് കരുതി സിമ്മിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. തൻ്റെ കയ്യിൽ നിന്ന് പോയ അതേ നമ്പർ തന്നെ തിരിച്ചു കിട്ടണമെന്നൊരു നിർബന്ധം തന്നെ നിധിക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കോണ്ടാക്റ്റ് ഒക്കെ വീണ്ടും തൻ്റെ കയ്യിൽ കിട്ടുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ സിസ്റ്റത്തിൽ നോക്കിയപ്പോൾ ആ സിമ്മ് കിടക്കുന്നത് നിധിയുടെ അച്ഛൻ രാജീവൻ്റെ പേരിലായിരുന്നു. അന്നേരം അവർ പറയുന്നുണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ തന്നെ നേരിട്ട് വരണമെന്ന്. അതുമാത്രമല്ല അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ബാക്കി കാര്യം ഡീറ്റെയിൽസൊക്കെ വേണമെന്ന് നിർബന്ധമാണെന്ന് പറയും. അത് കേട്ടപ്പോൾ നിധി ശരിക്കും അങ്ങ് പെട്ടുപോയി. അതൊന്നുമില്ലാതെ തന്നെ അത് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നിധി ചോദിച്ചപ്പോൾ അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് തന്നെ അവർ തീർത്തും പറഞ്ഞു. അങ്ങനെ വലിയ പ്രതീക്ഷയോട് കൂടെ തന്നെ ചെന്നിട്ട് അവിടെ ഒരു ഗുണവും കിട്ടാതെ ആകെ തകർന്നുകൊണ്ടായിരിക്കട്ടോ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ സമയം തന്നെ നിധി വല്ലാത്ത സങ്കടത്തിൽ സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സുധീഷേ എന്ന്. സുധീഷ് ഉടനെ തന്നെ പേടിക്കണ്ടടോ എന്നൊക്കെ പറഞ്ഞ് നിധിയെ സമാധാനിപ്പിച്ചതിന് ശേഷം ഫോണും എടുത്ത് അവിടെ നിന്നും മാറി നിന്നു. ആരോടോ ഫോണുമായിട്ട് പോയി സംസാരിക്കായിരിക്കും സുധീഷ്. ആ സമയം നിധി വല്ലാത്ത പ്രതീക്ഷയോട് തന്നെ സുധീഷിനെ എങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പോംവഴി സുധീഷ് കണ്ടുപിടിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നിധിക്ക്. അങ്ങനെ 2-3 പേരെ ഇങ്ങനെ ഫോണിൽ വിളിച്ചു നോക്കിയതിന് ശേഷം സുധീഷ് തിരികെ വന്നുകൊണ്ട് തന്നെ നിധിയോട് പറയുന്നുണ്ട്, നിധി നീ പേടിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ നമുക്ക് ആ സിം എടുക്കാൻ പറ്റുമെന്ന് പറയും. നീ ധൈര്യമായിട്ടിരിക്ക്, ഞാനല്ലേ പറയുന്നത്. അങ്ങനെ നിധി ഒരുവിധമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് സുധീഷ്. പക്ഷേ നിധിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയാൻ നിധി. എങ്കിൽ പിന്നെ ഒരു ജ്യൂസ് എങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് നിർബന്ധിച്ചപ്പോൾ വേണ്ട, വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഈ സമയത്ത് വീട്ടിലൊരു ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു. ബ്രോക്കറും നികേഷും ഭാസ്കരനും കൂടെ ഗൗരവത്തിൽ എന്തോ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കട്ടോ നിധിയും സുധീഷും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവരെ കണ്ടപ്പോൾ നികേഷ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എനിക്കറിയാമായിരുന്നു ഇപ്പം തന്നെ ഏട്ടത്തിയമ്മ വരുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബ്രോക്കറെ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്ന് പറയും. ആ സമയം സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ സംഭവം? അല്ല, സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് ഒരു ആലോചനയുമായിട്ട് വന്നതാണെന്ന് നികേഷ് മറുപടി കൊടുത്തു. ആഹാ, അത് കൊള്ളാമല്ലോ. പക്ഷേ ഇതെന്താ പെട്ടെന്നിങ്ങനെ, ഇതാര് പറഞ്ഞിട്ടാ ഇപ്പോൾ വന്നത് എന്ന് സുധീഷ് തിരക്കി. ഭാസ്കരേട്ടൻ എന്നോട് പറഞ്ഞിട്ടാണ് എന്ന് ആ ബ്രോക്കർ മറുപടി കൊടുത്തു. കഴിഞ്ഞ ദിവസം ഭാസ്കരേട്ടൻ എന്നെ വഴിയിൽ വെച്ച് പിടിച്ചു നിർത്തിയിട്ട് നല്ലോണം ചീത്ത പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോന് വേണ്ടിയിട്ട് ഒരു ആലോചന കൊണ്ടുവരണമെന്ന്. ഞാൻ മേസ്തിരി ആയതുകൊണ്ടാണ് നീ എൻ്റെ മോനെ നല്ല ആലോചനയൊന്നും തരാത്തതെന്ന് ചോദിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് എന്ന് ബ്രോക്കർ പറയാണ്. അത് കേട്ടപ്പോൾ സുധീഷ് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഓഹോ, എന്നു മുതലാണ് അച്ഛന് സുഭാഷ് ഏട്ടനോട് ഇത്രമാത്രം സ്നേഹം തോന്നി തുടങ്ങിയത് എന്ന്. ഓ, ഇതിപ്പോൾ ഒരു നല്ല കാര്യം ചെയ്താലും അവസാനം കുറ്റം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി, ബാക്കി എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ്. എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, മോളെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ പറഞ്ഞിട്ടായിരിക്കൂടെ ഭാസ്കരൻ പോകുന്നത്. ആ സമയം നിധി ചോദിച്ചു, അല്ല ബ്രോക്കറെ, വല്ല നല്ല ആലോചനയുണ്ടോ എന്ന് ചോദിക്കും. കുറേ നല്ല ആലോചനയൊക്കെ കൊണ്ടുവന്നതാണ് മോളെ, പക്ഷേ ഒന്നും അങ്ങോട്ടേക്ക് സെറ്റാവുന്നില്ല. അവർക്കിഷ്ടപ്പെടുമ്പോൾ ഇവർക്കിഷ്ടപ്പെടില്ല. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയും. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്തവണ ഒരു ആലോചനയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറയും. എന്ത്, ഞങ്ങൾക്കറിയാവുന്ന പെൺകുട്ടിയോ? അതാരാണെന്ന് ചോദിക്കുകയാണ് സുധീഷ്. അല്ല, നിങ്ങൾ ആ വീട്ടിൽ മുന്നേ പോയിട്ടുള്ളതാണെന്ന് ബ്രോക്കർ സൂചിപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും നികേഷ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ ഏത് വീട്ടിലെ കാര്യമായി പറയുന്നത്? ഇതിനു മുൻപ് സുഭാഷ് പെണ്ണ് കാണാൻ പോയിട്ടുള്ള ഒരു വീടുണ്ടല്ലോ, അവിടെയുള്ള കുട്ടിയാണ്. സുഭാഷ് ഏട്ടൻ കുറേ സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. ഇത് ഏത് വീട്ടിലെ കുട്ടിയാണ് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാണെന്ന് ചോദിക്കുകയാണ് സുധീഷ്. അന്നേരം ഭാസ്കരൻ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞിട്ട്, അതെ, സുഭാഷ് പെണ്ണ് കാണാൻ പോയ വീട്ടിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കിപ്പോഴും സുഭാഷ് ഏട്ടന് ഇഷ്ടമാണെന്നും ആ പെണ്ണിനും വീട്ടുകാർക്കും നല്ല താല്പര്യമുണ്ടെന്നും പറഞ്ഞു. സത്യമാണോ ഈ പറയുന്നത് എന്ന് സുധീഷ് അത്ഭുതപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് തന്നെ, അതെ, പക്ഷേ സുഭാഷാണ് സമ്മതിക്കാത്തത് എന്ന് ബ്രോക്കർ പറഞ്ഞു. പെണ്ണും സുഭാഷും കൂടി അന്ന് തനിയെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് സുഭാഷ് ഈ ഒരു ആലോചന വേണ്ടാന്ന് വെച്ചത്. അവർക്കൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും നികേഷ് സുധീഷിനോട് രഹസ്യമായി ചോദിച്ചു, നമ്മളൊന്നും അറിയാതെ സുഭാഷേട്ടൻ സംസാരിച്ചു എന്നോ? ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ബ്രോക്കറോട് ഒന്നുകൂടി ചോദിച്ചു ഉറപ്പിച്ചു. എടാ സുധീഷേ, ഞാൻ എന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നത്? എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല.
സത്യമായ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. സുഭാഷ് ഈ കല്യാണം വേണ്ടാന്ന് വെച്ചതാണ്. അല്ല, ആ പെൺകുട്ടി ഏതാണ് ഇപ്പോഴും മനസ്സിലായില്ല എന്ന് അവർ പറഞ്ഞു. കവിത എന്ന് പറഞ്ഞിരുന്ന പെൺകുട്ടിയെ നിങ്ങൾ കാണാൻ പോയില്ലേ എന്ന് ബ്രോക്കർ ചോദിച്ചപ്പോൾ, ഓ ഇപ്പോഴാ കത്തിയത്. നികേഷ് പറയുന്നുണ്ട്, സുധീഷേട്ടാ സുഭാഷേട്ടൻ അടുക്കളയിൽ കയറിയിട്ട് പാചകം ചെയ്തതൊക്കെ ഓർമ്മയില്ലേ? ആ വട ഉണ്ടാക്കിയത്? ഓ ആ മനസ്സിലായി, ആ പെൺകുട്ടി തന്നെ. അതെ, അവർക്ക് സുഭാഷേട്ടനെ നല്ലോണം അങ്ങ് ബോധിച്ചു. അത് അവരെന്നോട് പറയുകയും ചെയ്തു. പക്ഷേ സുഭാഷാണ് മടിക്കുന്നത്. അവർക്കൊരേ ഒരു നിർബന്ധമേ ഉള്ളൂ. സുധീഷ് അക്ഷമനായി പറഞ്ഞു. കുറേ നേരമായല്ലോ കണ്ടീഷൻ പറയുന്നത്, അതെന്താണെന്നൊന്ന് തെളിച്ച് പറ. അതെ, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ തന്നെ അവിടെ പോയിട്ട് ആ പെണ്ണിനെ കണ്ടിട്ട് അവളോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ മതിയെന്ന് പറയും. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി കാര്യങ്ങളൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ കൈമാറിയിട്ട് എന്നോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ബ്രോക്കർ അവിടെ നിന്നും പോവാണ്. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, അല്ല ആ പെൺകുട്ടി കാണാനൊക്കെ എങ്ങനെയുണ്ട്? കാണാനൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ലാന്ന് നികേഷും പറഞ്ഞു. ആ സമയം ഭാസ്കരൻ പുറത്തുണ്ടായിരുന്നു. ബ്രോക്കറോട് കാര്യം എന്തായി എന്ന് ചോദിച്ചു. എല്ലാം സംസാരിച്ചിട്ടുണ്ട്. നല്ലൊരു കുടുംബത്തിൽ നിന്നുള്ള ബന്ധമാണിത്. ഈ കല്യാണം നടക്കുകയാണെങ്കിൽ അതിന് നിങ്ങളുടെ മകൻ്റെ ഭാഗ്യം തന്നെയാണെന്ന് പറയും. പിന്നൊരു കാര്യം, എൻ്റെ ബ്രോക്കർ ഫീസിങ് തന്നേക്കണം. അല്ല, നല്ല ആലോചന കൊണ്ടുവന്നിട്ട് നടത്താതെ ഇരുന്നിട്ട് പിന്നെ ബ്രോക്കറുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ചീത്തയൊന്നും പറയരുത്. അവർക്ക് ഈ കല്യാണം പൂർണ്ണ സമ്മതമാണ്. ഇനി സമ്മതിക്കേണ്ടത് നിങ്ങളുടെ മകൻ തന്നെയാണെന്ന് പറയാണ് ബ്രോക്കർ. അത് കേട്ട ഭാസ്കരൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് മറുപടി കൊടുത്തു. ഇതാണ് ഭാസ്കരേട്ടൻ്റെ കുഴപ്പം. എപ്പോഴും ഈ ആലോചിക്കട്ടെ എന്ന് പറയും. അവസാനം കല്യാണം നടക്കാതെ വരുമ്പോൾ എൻ്റെ നേരെ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബ്രോക്കർ അവിടെ നിന്നും സ്ഥലം വിട്ടു. ആ സമയം സുധീഷും സംഘവും ആകെ ആലോചനയിലായിരിക്കും. പെണ്ണിനും വീട്ടുകാർക്കും ഇഷ്ടമായെങ്കിൽ പിന്നെ ഈ കല്യാണം നടത്തുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് അവർ ചിന്തിച്ചു. സുഭാഷേട്ടന് മാത്രം ഇതെന്താ എതിർപ്പ് എന്ന് അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം സുഭാഷ് ജോലി കഴിഞ്ഞ് വരാനായിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു. സുധീഷും നികേഷും ഹരീഷും ഒക്കെ ഉമ്മർത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സന്ധ്യ കഴിഞ്ഞ നേരം സുഭാഷ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്ക് തിരികെ വരികയാണ്. വന്ന ഉടനെ തന്നെ കാണുന്നത് ദാ 3 പേരും കൂടി അവിടെ തന്നെ ഒരുമാതിരി നോട്ടമായിട്ട് അവരിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഹരീഷ് പറഞ്ഞു, എന്നാലും സുഭാഷേട്ടാ ഇത്രക്ക് ഞങ്ങളോടൊന്നും വേണ്ടായിരുന്നില്ല എന്ന് പറയും. എന്താടാ എന്ത് പറ്റിയെന്ന് സുഭാഷ് അന്തം വിട്ട് ചോദിക്കാണ്. കുറച്ച് കഷ്ടമുട്ട് കേട്ടോ സുഭാഷേട്ടൻ ഞങ്ങൾ ഈ തൊട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്ന് സുധീഷ് അങ്ങ് തട്ടിവിട്ടു. എടാ നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാമെന്ന് സുഭാഷ് പറയണേ. എന്നാലും ഞങ്ങളോടിത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്ന് അവരാവർത്തിച്ചപ്പോൾ സുഭാഷിനൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരം നിധി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണിത് സുധീഷേ, സുഭാഷേട്ടൻ ജോലി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അതെ, അങ്ങനെ ഇപ്പോൾ പോണ്ട, ഇവിടെ നിൽക്കാൻ പറയാമെന്ന് സുധീഷ് പറഞ്ഞു. സുഭാഷ് വീണ്ടും ചോദിച്ചു, എന്താടാ കാര്യം? സുധീഷ് വിട്ടില്ല. എന്നാലും ഇത് ഞങ്ങളോട് പറയാതെ വെച്ചത് മോശമായി പോയി. എടാ ഇങ്ങനെ വല്ലതും തലയും വാലുമില്ലാതെ പറഞ്ഞാൽ എനിക്കെങ്ങനെ മനസ്സിലാവുന്നത്? നീ കാര്യമെങ്കിൽ വ്യക്തമായിട്ട് പറയാമെന്ന് പറയും. ആ സമയം ഹരീഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങളറിയാതെ സുഭാഷേട്ടൻ ഏതെങ്കിലും പെണ്ണ് കാണാൻ പോയോ എന്ന് ചോദിക്കും. പെണ്ണിനെ കാണാനോ? ഞാനേത് പെണ്ണിനെ കാണാൻ പോവാനാണ്? ഞാനൊരു പെണ്ണിനെയും കാണാൻ പോയിട്ടില്ല എന്ന് പറയാണ് സുഭാഷ്. അന്നേരം നികേഷ് പറയുന്നുണ്ട്, കള്ളം പറയരുത്, ഞങ്ങളെല്ലാം അറിഞ്ഞു. ഏത് പെണ്ണിനെ കാണാൻ പോയി എന്നാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എവിടെയും പോയിട്ടില്ല. നികേഷ് പറയുന്നുണ്ട്, ഇതിനു മുൻപ് പെണ്ണ് കാണാൻ പോയ ഒരു പെണ്ണുണ്ടല്ലോ, അതിനെ കാണാൻ പോയിട്ടില്ലേ? എടാ കുറേ നമ്മൾ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. അതിൽ ഏത് പെണ്ണിൻ്റെ കാര്യമാണ് ഞാൻ തനിച്ചു പോയി കണ്ടത്? സുഭാഷേട്ടൻ അന്ന് വടയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആ വീട്ടിലെ ആ കുട്ടിയെ. ഹോ മനസ്സിലായി, കവിതയുടെ കാര്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? അതെ, കവിതയെ കാണാനായിട്ട് എന്ന് പറഞ്ഞ് സുഭാഷ് ഒന്ന് നിർത്തി. അന്നേരം സുധീഷ് കയറി പിടിച്ചു. കണ്ടോ ഗ്യാപ്പ് ഇട്ടത് കണ്ടോ? അപ്പോൾ ഉറപ്പായിട്ട് സുഭാഷേട്ടൻ പോയി കണ്ടിട്ടുണ്ട്. എടാ അത് പിന്നെ ഞാൻ കണ്ടു എന്ന കാര്യം സുഭാഷ് സമ്മതിച്ചു. ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് സുഭാഷേട്ടനതാ ഞങ്ങളോടത് പറയാതിരുന്നത്? ഇത്രയും വലിയൊരു കാര്യം ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചല്ലോ എന്ന് പറയും. അന്നേരം അത് പറയാൻ മാത്രം വലുതൊന്നും ഇല്ലായിരുന്നു. അവളൊന്ന് കാണണമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ ഞാനൊന്ന് പോയി കണ്ടു, അത്രയേ ഉള്ളൂ. സുധീഷ് വിട്ടുകൊടുത്തില്ല. എന്നിട്ട് നിങ്ങൾ എന്താ സംസാരിച്ചത് എന്ന് ചോദിക്കും. അത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അവൾ എന്തൊക്കെയോ പറഞ്ഞു, ഞാനും എന്തൊക്കെയോ പറഞ്ഞു. അതിലിപ്പോൾ ആരെങ്കിലും ഓർത്തു വെക്കുമോ? കുറേ നാളായില്ലേ എന്ന് സുഭാഷ് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. നികേഷ് പറയുന്നുണ്ട്, വേണ്ട, ഞങ്ങളുടെ മുന്നിൽ കിടന്നിങ്ങനെ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. സുഭാഷേട്ടൻ എന്തോ ഒരു കള്ളം ഒളിപ്പിക്കുന്നുണ്ട്. സത്യം പറ, അവൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും. എടാ എനിക്കറിയില്ലടാ, അവൾ എന്തോ പറഞ്ഞു, ഞാനെന്തോ കേട്ടു എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് പയ്യെ അവിടെ നിന്നും മുങ്ങാണ്. സുഭാഷ് അകത്തേക്ക് ചെന്നിട്ട് ആകെ പേടിയിലായിരിക്കും. ദൈവമേ, ഇനി എങ്ങാനും ആ പെണ്ണിനെ ഇവരെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരറിയും. അതൊരു കാരണവശാലും അറിയാൻ പാടില്ല എന്ന് തന്നെ സുഭാഷ് വിചാരിച്ചു. ആ സമയം നികേഷും ഹരീഷും കൂടി ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ആ പെണ്ണിനെ പോയി കാണണം, ആ വീട്ടിലേക്ക് ചെല്ലണം. അവൾ എന്താണ് സുഭാഷേട്ടനോട് പറഞ്ഞതെന്നറിയണം. സുഭാഷേട്ടൻ എന്തുകൊണ്ടാണ് ഈ കല്യാണം വേണ്ട എന്ന് വെച്ചത് അവർക്കിപ്പോൾ തന്നെ അറിയണമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി തന്നെ ആ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു. നികേഷ് പറയുന്നുണ്ട്, വേണ്ട, എല്ലാവരും കൂടി പോകുന്നും വേണ്ട, ഏട്ടത്തിയമ്മയും സുധീഷേട്ടനും കൂടെ പോയാൽ മതി.
ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോളാം. പിന്നീട് നിധിയോട് കാര്യം പറയുന്നുണ്ട്. ഏട്ടത്തിയമ്മയും സുധീഷേട്ടനും കൂടി പോയിട്ട് അവളോട് സംസാരിച്ചിട്ട് വായോ. നിധി ചോദിക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ തനിച്ചു പോയാൽ മതിയോ എന്ന്. മതി, ഇപ്പോൾ എന്തായാലും നിങ്ങൾ പോയി സംസാരിക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പിന്നീട് പോകാമെന്ന് തീരുമാനിക്കാണ്. സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, നീ വരാൻ ഓക്കെയാണോ എന്ന്. ശരി, ഞാൻ വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോവാമെന്ന് അവർ പറഞ്ഞുറപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം നിധിയും സുധീഷും കൂടി കവിതയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവർ ചെന്നപ്പോൾ കവിതയുടെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കി ആരും വന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് വന്നിട്ട് പിന്നെ എല്ലാവരും കൂടി വന്ന് സംസാരിക്കാമെന്ന് കരുതിയെന്ന് പറയും. ശരി, അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയപ്പോൾ കവിതയുടെ അമ്മ വന്നു ചായ എടുക്കാൻ പറഞ്ഞു. കവിതയും അങ്ങോട്ടേക്ക് വരികയാണ്. നിധി കവിതയൊന്ന് നോക്കി. കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. സുഭാഷേട്ടന് ചേരുന്ന ഒരു പെൺകുട്ടി തന്നെയാണെന്ന് നിധിക്ക് തോന്നി. ആ സമയത്തിന് അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല, കാര്യങ്ങളൊക്കെ ബ്രോക്കർ പറഞ്ഞു കാണുമല്ലോ. ബ്രോക്കർ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് സുധീഷ് മറുപടി നൽകി. കവിതയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും അവർക്ക് ഇപ്പോഴും സുഭാഷേട്ടന് ഇഷ്ടമാണെന്നും ബ്രോക്കർ പറഞ്ഞ കാര്യം സുധീഷ് സൂചിപ്പിച്ചു. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണ് ഇത് നടക്കാത്തത് എന്ന് ഞങ്ങൾ കരുതിയത്. അത് കേട്ടപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഏയ്, ഞങ്ങൾക്ക് സുഭാഷേട്ടന് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കുള്ളത് പറയാമല്ലോ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് കേട്ടതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. അത് കേട്ടപ്പോൾ നിധി ഇടപെട്ടു. അല്ല സാറേ, കുടുംബത്തെക്കുറിച്ച് കേട്ടതൊന്നും അത്ര നല്ല കാര്യമാക്കേണ്ടതൊന്നുമില്ല. ഞാൻ ആ കുടുംബത്തിലേക്ക് വന്നു കയറിയ പെൺകുട്ടിയാണല്ലോ. എനിക്കിതുവരെ അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ശരിയായിരിക്കും, പക്ഷേ സുഭാഷ് നല്ല മിടുക്കനാണ്, എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കല്യാണം നടത്താൻ വലിയ താല്പര്യമാണ്. പക്ഷേ ഞങ്ങൾക്കൊരു കണ്ടീഷനുണ്ട്. അത് കേട്ടപ്പോൾ സുധീഷ് ആകാംക്ഷയോട് ചോദിച്ചു. അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. സുഭാഷേട്ടനോട് നിങ്ങൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും. അതെ, കല്യാണം കഴിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. സുഭാഷിനെ ഞങ്ങൾക്ക് ബോധിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞ് അവർ ആ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവരവിടെ നിന്നും മാറി താമസിക്കണം. എന്ത്, മാറി താമസിക്കാനോ എന്ന് നിധി ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട്. അതെ, വേറെ വീടെടുത്ത് മാറി താമസിക്കണം. വേറെ വീടെടുത്തുകൊണ്ടതിന് കവിതയും സുഭാഷും അവിടെ നിന്നും മാറി താമസിക്കണമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. നിധിയും സുധീഷും ഒരു നിമിഷം അങ്ങ് സ്തംഭിച്ചു പോയി. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, അത് പിന്നെ മാറുക എന്ന് പറഞ്ഞാൽ നാട് വിട്ടു പോവുക എന്നൊന്നുമല്ല. നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീടെടുത്ത് താമസിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധമൊന്നും മുറിഞ്ഞു പോകത്തൊന്നുമില്ലല്ലോ. ഇതൊക്കെ കേട്ടപ്പോൾ നിധിക്കും സുധീഷിനും എന്ത് പറയണമെന്നറിയില്ല. അല്ല, ഇതൊക്കെ വീട്ടിൽ ചെന്ന് സംസാരിക്കുക, എന്നിട്ടൊരു മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറയും. ബ്രോക്കർ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണ് എന്നാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആലോചന വീണ്ടും ആലോചിച്ചത്. ഞങ്ങൾ എല്ലാവരോടും ഒന്ന് ചോദിക്കട്ടെ, എന്നിട്ട് അറിയിക്കാമെന്നും പറഞ്ഞുകൊണ്ടതിന് അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ തന്നെ നിശ്ചയം നടത്താമെന്ന് അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഉടനെ തന്നെ നിധിയും സുധീഷും ഹരീഷിനോടും നികേഷിനോടും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നികേഷും ഹരീഷിനും വല്ലാത്ത സങ്കടമായി. അപ്പോൾ ഇതുകൊണ്ടാണ് സുഭാഷേട്ടൻ വിവാഹത്തിന് സമ്മതിക്കാതിരുന്നത്, നമ്മളെല്ലാവരെയും പിരിയുന്നതിൻ്റെ വിഷമം കൊണ്ടാണെന്ന് വേണ്ടെന്ന് വെച്ചത് എന്ന് അവർക്ക് മനസ്സിലായി. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്നും പറഞ്ഞ് സുഭാഷേട്ടനെ എല്ലാ കാലവും നമുക്കിവിടെ ഇങ്ങനെ തളച്ചിടാൻ പറ്റുമോ? ഇപ്പം തന്നെ സുഭാഷേട്ടന് 32 വയസ്സായി. ഒരു ജീവിതമൊക്കെ വേണ്ടേ? നമ്മളിനി ആ ജീവിതം ഒരിക്കലും കളയരുത്. സുഭാഷേട്ടന് നല്ലൊരു ജീവിതം കിട്ടണം. ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വരണം. നമുക്ക് വേണ്ടിയിട്ട് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സുഭാഷേട്ടൻ അങ്ങനെ വേറെ താമസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാണ് സുധീഷ്. പക്ഷേ വേറെ വഴിയില്ലെങ്കിൽ എന്തായാലും സുഭാഷേട്ടൻ മാറി നിൽക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ നികേഷ് ആകെ തകർന്നു പോയി. സുഭാഷേട്ടൻ പോയാൽ ശരിയാവില്ല. പുള്ളിയില്ലാതെ ഈ വീടിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പറയും. എടാ, നിന്റെ കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥനാവരുത്. സുഭാഷേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കുമെന്ന് ഹരീഷ് അവനെ തിരുത്തി. ഈ വീട്ടിൽ തന്നെ നിന്നു കഴിഞ്ഞാൽ സുഭാഷേട്ടന് നല്ലൊരു ആലോചന പോലും വരില്ലെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത്? നികേഷ് വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞു. സങ്കടപ്പെടാതിരിക്കടാ, ഒരു പക്ഷേ സുഭാഷേട്ടൻ അറിഞ്ഞുകൊണ്ട് ഇത് സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ മാറി താമസിക്കുന്ന കാര്യം ഇപ്പോൾ പുള്ളിയോട് നമ്മളൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി. ഈ കണ്ടീഷൻ ഇപ്പോൾ സുഭാഷേട്ടൻ അറിയണ്ട. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നത്, പക്ഷേ ആ വീട്ടുകാർ സുഭാഷേട്ടനോട് ഓൾറെഡി ഈ ഒരു കാര്യം പറഞ്ഞതല്ലേ എന്ന്. അതെ, അവർ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ഓർമ്മിക്കുന്നു വേണ്ട. അവർക്കപ്പോൾ ആ ഒരു ഡിമാൻഡ് ഇല്ല എന്ന് സുഭാഷേട്ടൻ വിചാരിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും സുഭാഷേട്ടൻ ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറയും. നികേഷ് കരഞ്ഞുകൊണ്ടങ്ങ് പുറത്തേക്ക് പോവാണ്. പക്ഷേ നിധിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ അധിക കാലമൊന്നും സുഭാഷേട്ടനിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റില്ല എന്ന്. സുഭാഷേട്ടന് സംശയം തോന്നി ആ പെണ്ണിനെ വിളിച്ച് ചോദിച്ചാൽ നമ്മുടെ കള്ളത്തരമെല്ലാം പൊളിയും. അത് പിന്നെ വലിയ പ്രശ്നമാവും. എന്തായാലും പോകുന്നത് വരെ പോവട്ടെ, കല്യാണം ഒന്ന് കഴിയട്ടെ എന്ന് സുധീഷും പറയാണ്.
നികേഷ് കരയുന്നത് കണ്ടിട്ട് നിധിക്ക് വല്ലാത്ത സങ്കടമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നികേഷ് അകത്തേക്ക് വന്നു. എന്നിട്ട് പറയുന്നത്, എനിക്ക് സമ്മതമാണ്, സുഭാഷ് ഏട്ടനെ കല്യാണം നടത്തിക്കോ. സുഭാഷ് ഏട്ടൻ ഏതായാലും മാറി താമസിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ലാന്ന് സങ്കടത്തോടെ പറയാണ് നികേഷ്. നെഞ്ചു പൊട്ടുന്ന വേദനയോട് കൂടെ ആയിരിക്കട്ടോ നികേഷ് അത് പറയുന്നത്. കാരണം ഒരു അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്നേഹമൊക്കെ അവന് കൊടുത്തത് സുഭാഷ് ഏട്ടനാണ്. അവനെ വളർത്തിയതും സുഭാഷ് ഏട്ടനാണ്. സുഭാഷ് ഏട്ടനെ കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷമം തന്നെയായിരിക്കും. ബ്രോക്കർ പോയി കഴിഞ്ഞപ്പോൾ സുധീഷും നിധിയും വലിയ തീരുമാനമെടുത്തു. സുഭാഷ് ഏട്ടൻ്റെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അത് സാരമില്ല എന്നും അവർ ഉറപ്പിച്ചു. അടുത്ത ദിവസം തന്നെ സുധീഷ് സുഭാഷ് ഏട്ടൻ്റെ അരികിലേക്ക് വിളിച്ചു. സുഭാഷ് ഏട്ട, ഞങ്ങൾ ആ വീട്ടിൽ പോയി സംസാരിച്ചു. അവർക്കിപ്പോൾ ആ പഴയ കണ്ടീഷനൊന്നുമില്ല. സുഭാഷ് ഏട്ടനെ അവർക്ക് അത്രമാത്രം ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് സുധീഷ് കള്ളം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുഭാഷിൻ്റെ മുഖത്ത് ഒരു ആശ്വാസം തെളിഞ്ഞു. എങ്കിൽ പിന്നെ എനിക്കും സമ്മതമാണെന്ന് പതുക്കെ പറയാണ് സുഭാഷ്. അങ്ങനെ ആ ഒരു കല്യാണം അങ്ങ് ഉറപ്പിക്കുകയാണ്. ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ പടക്കം പൊട്ടി. നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടന്നു. ദികേഷ് പുറമെ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ജ്യേഷ്ഠൻ തന്നെ വിട്ടുപോകുമല്ലോ എന്ന സങ്കടമായിരുന്നു. കവിതയും സുഭാഷും തമ്മിലുള്ള ആ ഒരു നിശ്ചയം വളരെ ലളിതമായി നടന്നു. നിശ്ചയത്തിനിടയിൽ കവിത സുഭാഷിനെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ തങ്ങൾ ഒരുമിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമാണോ അതോ താൻ പറഞ്ഞ കണ്ടീഷൻ സുഭാഷ് സമ്മതിച്ചതിൻ്റെ ആശ്വാസമാണോ എന്ന് സുഭാഷിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കല്യാണത്തിനുള്ള തീയതി കുറിച്ചു. ദിവസങ്ങൾ വേഗത്തിലങ്ങ് കടന്നുപോയി. കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി സുഭാഷ് തൻ്റെ മുറിയിലിരുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് നികേഷ് വന്നു. അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. ഏട്ടൻ പോയി കഴിഞ്ഞാലും എന്നെ മറക്കില്ലല്ലോ എന്ന് ചോദിച്ചു കൂടത്തിന് അവൻ സുഭാഷിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എടാ മണ്ടത്തരം ഇങ്ങനെ വിളിച്ചു പറയാതെ, ഞാൻ എവിടെ നിന്നും എങ്ങോട്ടേക്കും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് സുഭാഷ് അവനെ ചേർത്ത് പിടിച്ചു. സത്യം അറിയാവുന്ന നിധിക്ക് ആ ഒരു രംഗം കണ്ടപ്പോൾ ചങ്ക് തകർന്നു പോകുന്ന വേദനയായിരുന്നു. ഒടുവിൽ കല്യാണ ദിവസം വന്നെത്തി. ആഘോഷപൂർവ്വം സുഭാഷിൻ്റെയും കവിതയുടെയും വിവാഹം നടന്നു. സദ്യയും ചടങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്കെത്തി. അന്നേരം കവിതയുടെ അച്ഛൻ സുഭാഷിനെ അടുത്തേക്ക് വിളിപ്പിച്ചു. സുഭാഷേ, അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെയാണല്ലോ. നാളെ തന്നെ നിങ്ങൾ അവിടെ നിന്നും വീട് മാറാനുള്ള താക്കോലൊക്കെ ഞാൻ നിന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുഭാഷ് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. എന്ത് മാറുന്ന കാര്യമാണ് അച്ഛൻ ഈ പറയുന്നത് എന്ന് സുഭാഷ് ഞെട്ടലോട് ചോദിക്കാണ്. അപ്പോഴാണ് കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. സുധീഷും നിധിയും തലകുനിച്ച് നിന്നു. കവിതയുടെ അച്ഛൻ ദേഷ്യത്തോടു കൂടി തന്നെ സുധീഷിനോട് ചോദിച്ചു, ഇതെല്ലാം പറഞ്ഞിട്ടല്ലേടാ ഞങ്ങൾ ഈ കല്യാണം നടത്തിയത്? സുഭാഷ് ആകെ തകർന്നു പോയിരുന്നു. തന്നെ സ്നേഹിക്കുന്നവരും വിശ്വസിച്ചവരും തന്നെ ചതിച്ചു എന്ന തിരിച്ചറിവ് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. കവിതയും സുഭാഷിനെ നോക്കി കരഞ്ഞു. ഏട്ടാ, നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചുവെങ്കിലും സുഭാഷ് ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. തൻ്റെ സഹോദരങ്ങളെ വിട്ടിട്ട് ഒരു നിമിഷം പോലും നിൽക്കാൻ തനിക്ക് കഴിയില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ആ രാത്രിയിൽ വീട്ടിൽ വലിയൊരു തർക്കം തന്നെ നടന്നു. ഒടുവിൽ സുഭാഷ് തൻ്റെ നിലപാട് വ്യക്തമാക്കി. എനിക്ക് എൻ്റെ അനിയന്മാരെയും എൻ്റെ അച്ഛനെയും ആ വീടിനെയും വിട്ടിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ എനിക്കൊങ്ങോട്ടേക്കും വരാൻ പറ്റില്ല എന്ന് പറയും. കവിതയ്ക്ക് ഈ വീട്ടിൽ എൻ്റെ കൂടെ നിൽക്കാൻ സമ്മതമാണെങ്കിൽ മാത്രം ഈ ബന്ധം എനിക്ക് മതിയെന്ന് അവൻ അങ്ങ് തീർത്തും പറഞ്ഞു. കവിതയുടെ അച്ഛൻ ആദ്യം അതിന് കുറേയധികം എതിർത്തുവെങ്കിലും സുഭാഷേട്ടൻ്റെ സഹോദര സ്നേഹത്തിന് മുന്നിൽ അദ്ദേഹം തോറ്റുകൊടുക്കേണ്ടി വന്നു. തൻ്റെ മകൾക്ക് സുഭാഷിനെ പോലൊരു സ്നേഹമുള്ള ഒരാളെ കിട്ടിയത് ഭാഗ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കവിതയും സന്തോഷത്തോടു കൂടി തന്നെ ആ വീട്ടിൽ സുഭാഷേട്ടൻ്റെ നിഴലായി തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. നികേഷിൻ്റെയും ഹരീഷിൻ്റെയും മുഖത്ത് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. കള്ളം പറഞ്ഞതിന് സുധീഷിനും നിധിയും സുഭാഷേട്ടനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിത് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ജീവിതം. അങ്ങനെ ആ ഒരു വലിയ കുടുംബം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു കൊണ്ട് തന്നെ ഒരുമയോടെ സന്തോഷത്തിൽ ആ വീട്ടിലങ്ങ് തുടർന്നു. സ്നേഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും ആ ഒരു കണ്ടീഷനുകളെല്ലാം തന്നെ വഴിമാറുന്ന ഒരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.